ഓ, ഇതാണല്ലേ ചേട്ടന്റെ വീട്? ആ ആ. ഇതാരടാ? ആ അച്ഛാ, ഇത് കണ്ടപ്പോ നമ്മളെ അച്ഛന്റെ പ്രായമേ ഉള്ളു. റോഡില് വെറുതെ നിൽക്കുന്നുണ്ട്. ചെന്ന് ചോദിച്ചപ്പോ എവിടെ പോണോന്നൊരു പിടിയും ഇല്ലെന്ന്. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. നിനക്ക് ഈ കണ്ണി കാണുന്ന എല്ലാ രാഷ്ട്രീയമായിട്ട് തോന്നോ? ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ലെന്ന്. ചേട്ടൻ പിന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എടാ കുഴപ്പമില്ല, അച്ഛൻ ഇങ്ങനെ തന്നെ. ഇടാ, ഇവനെ പോലെ എത്ര പേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ നാട്ടില്? മോഷ്ടിക്കാനാണോ പിടിച്ചു പറിക്കാനാണോ കുറെ ബാഗും തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. അവനൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ, ഇങ്ങ് വിളിച്ചുകൊണ്ട് വരും. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം താനി, കുടിച്ചിട്ട് ഞാൻ പോവാം. നീ അവനൊരു ഗ്ലാസ് വെള്ളം കൊടു. വെള്ളം ചോദിച്ചാലേ. എടാ ഇറക്ക, നീ ഈ ബാഗ് തൂക്കി റോഡിൽ വന്ന് നിന്നെന്ത്? ഒരു കാരണവും കൂടെ നീ ഇങ്ങനെ ഒന്നും നിക്കത്തില്ലല്ലേ? അങ്കിള് ചോദിക്കുന്നത് ന്യായമാണ്. ഒരു ചെറുപ്പക്കാരെ ഇങ്ങനെ ബാഗും തൂക്കി ഇങ്ങനെ നിക്കത്തില്ലല്ലേ? എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാണ് അങ്കിള്. അച്ഛൻ എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ നിരന്തരം തല്ലി. അങ്ങനെ ഞാൻ ഒരു ദിവസം അച്ഛനടുത്ത് ചൂടായി. ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്ക അച്ഛനെ, അതാണ് അച്ഛന് നല്ലത്. അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കൈ വെച്ചു. നീ എന്നെ കൈവെക്ക, ഇത് ഞാൻ ചെലവിന് കൊടുക്കുന്ന വീടാണ്, മനസ്സിലായ? നീ സ്വന്തമായിട്ട് പോയി ഉണ്ടാക്കട എന്നാ. ഞാൻ പോയി തരാം, പക്ഷെ ഞാൻ പോയിട്ടൊരു വരവ് വരും. അപ്പൊ എന്റെ അമ്മേനെ ഞാൻ കൊണ്ടുപോകും. ഇതുപോലത്തെ അച്ഛനെ തന്നെ എനിക്ക് കിട്ടിയാൽ പോയി തരാം. എനിക്ക് എവിടെ പോണോന്നോ എങ്ങോട്ട് പോണോന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു പിടിയില്ല അങ്ങളെ. എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ എന്റെ അമ്മേനെ നോക്കും. നീ ഇപ്പൊ എവിടെ പോണം? കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ടോ? നിനക്ക് ഒരു നേരത്തേക്ക് കഴിക്കാൻ ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും നിന്റെ കാലണ എടുക്കാനുണ്ടോ? ഒരു വ്യക്തിയെ കണ്ട അവൻ റിയലാണ് അവൻ ഫേക്കാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കിപ്പോ ഉണ്ട്. നീ റിയലാണെന്ന് മനസ്സിലായി. നീ പഠിച്ച് ജോലി കിട്ടി നിനക്ക് പൈസ ഒപ്പിക്കുന്നത് വരെ നിനക്ക് ഇവിടെ നിൽക്കാം. എടാ മോനെ, നീ എവിടെയും പോണ്ട. നീ പഠിച്ച് ജോലി കിട്ടുന്നത് വരെ നീ ഇവിടെ തന്നെ നിന്നോ, അല്ലേ അച്ഛാ? ഒരു ഉപകാരം.